സിനിമാ സമരം ഒഴിവാക്കാൻ ചർച്ചകൾ സജീവമായി തുടരുകയാണ്. എല്ലാവരുമായി ആശയവിനിമയം നടത്തുമെന്നും സമരവുമായി മുന്നോട്ട് പോകണമെന്ന് വാശിയില്ലെന്നും ഫിലിം ചേംബർ പ്രസിഡന്റ് BR ജേക്കബ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സിനിമ സമരവും സൂചനാ സമരവും ഒന്നും നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ല. നമ്മളെ സംബന്ധിച്ച് സിനിമാ വ്യവസായം മുന്നോട്ട് പോകാൻ പറ്റാത്ത പ്രതിസന്ധിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുന്നത്, അതുമാതിരി തന്നെ ഓഡിയൻസ് വളരെ കുറവ്, തിയേറ്ററുകളിൽ ആളില്ല, നല്ല സിനിമകൾ വരാൻ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ സിനിമാ തിയേറ്ററുകളും ആവശ്യ നിലയിലാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഈ വ്യവസായം നല്ല രീതിയിൽ പോകണമെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നല്ല സപ്പോർട്ട് വേണം, കൂടാതെ ആർട്ടിസ്റ്റുകൾ ടെക്നീഷ്യന്മാരുടെ ഭാഗത്ത് നല്ല സപ്പോർട്ട് വേണം. എല്ലാം കൂടി ഒരുമിച്ചുള്ള ഒരു മുന്നേറ്റത്തിൽ കൂടി അല്ലാണ്ട് ഇത് മുന്നോട്ട് ഇനി പോവില്ല. ഇല്ല, ഇനി ഞാൻ പറഞ്ഞില്ലേ, സംയുക്തമായിട്ട് എല്ലാവരും കൂട്ടി നിർത്തിക്കൊണ്ട് ഈ വ്യവസായം മുന്നോട്ട് പോകാനായിട്ട് ഗവൺമെൻറ് തലത്തിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളും നമ്മൾ സ്വരൂപിച്ചുകൊണ്ട് സംസാരിച്ച് ഗവൺമെൻറ്റായിട്ടൊരു കിട്ടുന്ന കാര്യങ്ങൾ, അത് കൂടാണ്ട് ഈ പറഞ്ഞ ആർട്ടിസ്റ്റ് ടെക്നീഷ്യന്മാരുടെ കാര്യങ്ങൾ പ്രൊഡ്യൂസർമാരായിട്ട് ആലോചിച്ചിട്ട് ഈ ഇൻഡസ്ട്രീനെ അങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള നിലയ്ക്കാണ് പോണത്. അപ്പോൾ ഇത് മുന്നോട്ട് പോകണമെങ്കിൽ സിനിമയ്ക്ക് ആളുണ്ടാവണം, അതേമാതിരി തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കണം, അതേമാതിരി തന്നെ ഈ ജനങ്ങൾ വരാവുന്ന കണ്ടന്റ് ഉണ്ടാവണം. ആ രീതിയിൽ മുന്നോട്ട് പോകണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാമെന്ന് നമ്മൾ അതെല്ലാവരും കൂട്ടായി നിൽക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. സർക്കാരുമായിട്ട് ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാരായിട്ട് ചർച്ച തീരുമാനിച്ചിട്ടുണ്ട്. പഞ്ഞിരുകുന്നു എന്ന ലക്ഷണം ഇന്നലെ തന്നെ പ്രകടമായിരുന്നു. അത്തരം പ്രതികരണങ്ങൾ വന്നതാണ്. റിയ ബേബി കൊച്ചിയിൽ വിവരങ്ങളുമായി നമുക്ക് പഞ്ചേരുന്നുണ്ട്. റിയ, ഈ സമരം അതിൽ നിർബന്ധമില്ല എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു. ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മോഹൻലാൽ അടക്കമുള്ള താരങ്ങൾ പങ്കുവയ്ക്കുന്നു. അതിന്റെ തുടർച്ചയായി ഉണ്ടായ ചർച്ചകളെല്ലാം കേരളം സാഗൂതം വീക്ഷിച്ചതാണ്. കാരണം വളരെ പ്രധാനപ്പെട്ട സിനിമാ മേഖലയിൽ അതിന്റെ ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു, മാത്രമല്ല ഇവർ തമ്മിൽ ഈ പഠനപ്പിണക്കം അത് ഏതറ്റം വരെ പോകും, എങ്ങനെ ഇത് അവസാനിക്കും എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സമവായമായി എന്നതാണ് ഈ പ്രതികരണത്തിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത്. രതീഷ്, അതായത് ഈ സമരവുമായി മുന്നോട്ട് പോവുക എന്നൊരു പ്രഖ്യാപനം ഫിലിം ചേംബർ മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ അമ്മ സംഘടന അതിനെ അതിരൂക്ഷമായി തന്നെ എതിർത്തു. അവർ വാർത്താക്കുറിപ്പ് അടക്കം മുന്നോട്ട് വെച്ചതാണ്. അതായത് അത് സിനിമാ മേഖലയ്ക്ക് അത് ഒട്ടും ഗുണകരമാകില്ല എന്നതാണ് അവർ മുന്നോട്ട് വെച്ചത്. ആന്റണി പെരുമ്പാവൂർ ഷെയർ ചെയ്ത പോസ്റ്റിലും അതായിരുന്നു. അത് മോഹൻലാൽ, പൃഥ്വിരാജ് അടക്കമുള്ളവർ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. ഇവിടെ സമരം എന്ന കാര്യത്തിൽ ഒരു കടുംപിടുത്തമില്ല എന്നൊരു മയപ്പെടുത്തിയ നിലപാടിലേക്ക് ഫിലിം ചേംബർ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോഴൊക്കെ സൂചനാ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അത് മുന്നോട്ട് പോകുമെന്ന് അവർ പറഞ്ഞിരുന്നു. അതിനുശേഷം മറ്റു യോഗങ്ങളടക്കം നടത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഒരു മയപ്പെടുത്തിയ നിലപാട് സമരത്തിന്റെ കാര്യത്തിൽ ഫിലിം ചേംബർ പ്രസിഡന്റ് BR ജേക്കബ് അപ്പോൾ മാതൃഭൂമി ന്യൂസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിലവർ പ്രധാനമായും കാണുന്നത് എല്ലാ സംഘടനകളുമായി ഒരിക്കൽ കൂടി ഒരു ചർച്ച എന്നത് മുന്നിൽ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇരട്ട നികുതി അടക്കമുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സഹായമാണ് സിനിമാ മേഖല പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി ഒരു ചർച്ച ഈ സമരത്തിന് മുമ്പ് തന്നെ സിനിമാ മേഖലയിലെ വിവിധ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നതാണ് കാണുന്നത്. അങ്ങനെ ഒരു മയപ്പെടുത്തി സമരം, അതായത് സമരവുമായി മുന്നോട്ട് പോകുന്ന നിലപാടിൽ നിന്ന് അല്പം മയപ്പെടുത്തിയ ഒരു തീരുമാനം വരുന്നു. ആ സമരത്തിന് മുമ്പ് തന്നെ സംസ്ഥാന സർക്കാരുമായി ഒരു ചർച്ച, ആ ചർച്ചയിൽ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാവുകയാണെങ്കിൽ ഈ സമരവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് സംഘടനകൾ എത്തുമെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫിലിം ചേംബർ എടുത്തു പറയുന്നുണ്ട്, നിർമ്മാണ ചെലവ് അത് താങ്ങാൻ പറ്റുന്നതിലപ്പുറമാണ്. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം തങ്ങൾക്ക് വേണമെന്നാണ്. അവിടെ അഭിനേതാക്കളുടെ പ്രതിഫലം എന്ന വിഷയം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇരട്ട നികുതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ അടക്കം വിട്ടുവീഴ്ചയും അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് നിർമ്മാണ ചെലവിൽ എല്ലാവരുടെയും പിന്തുണ വേണമെന്ന കാര്യം അദ്ദേഹം എടുത്തു പറയുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യഘട്ടത്തിൽ അനിശ്ചിതകാല സമരം എന്ന വാക്കുകൾ വന്നിരുന്നു. അതിനുശേഷം സൂചനാ സമരത്തിലേക്ക് അത് മയപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ആ സമരത്തിന് മുന്നോടിയായി സർക്കാർ തലത്തിൽ മറ്റു സംഘടനകളുമായി ബന്ധപ്പെട്ട 2 ചർച്ചകൾ, അതിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നുണ്ട്. ആ ചർച്ചയിൽ പരിഹാരമായാൽ ഒരു പക്ഷേ സൂചനാ സമരം എന്നതുപോലെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് സംഘടന പോകാനുള്ള സാധ്യതയുണ്ട്.